ഹരി ഓം. 16-ാമത്തെ സ്തുതി സകല ദേവതാകൃതസ്തുതി. സകല ദേവതകളുടെയും സ്തുതി 2 പാർട്ടായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് സ്കന്ധം 4 അധ്യായം 7 26 മുതൽ 47 വരെ ശ്ലോകങ്ങളാണ്. രുദ്രപാർഷദന്മാരായ വീരപുരുഷന്മാർ അഗ്ന്യാദിദേവകളെ അശുദ്ധപ്പെടുത്തി അതിൻ്റെ ദോഷം തീർക്കാൻ സമർത്ഥനായ മഹാവിഷ്ണുവിനെ ദേവതയാക്കി പറയുന്ന മന്ത്രങ്ങളെ ഉച്ചരിച്ചും കൊണ്ട് ഹവിസ്സിനെ നിവേദിച്ചു. ഇതുകൊണ്ട് ദോഷം നീങ്ങി കർമ്മത്തിൻ്റെ അംഗങ്ങളെല്ലാം സമ്പൂർണമായി. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഹവിസ്സിനെ അധ്വർയു കയ്യിലെടുത്ത് യജമാനനായ ദക്ഷനോടുകൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിനാൽ അഷ്ടഭുജധാരിയായി ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി. ഭഗവാൻ മേഘം പോലെ ശ്യാമള നിറവും സ്വർണ്ണനിറമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. സൂര്യകാന്തിക്ക് തുല്യമായ കിരീടം, നീല നിറമുള്ള കുറുനിരയും മകരകുണ്ടലങ്ങളും മുഖകാന്തിയെ വർദ്ധിപ്പിക്കുന്നു. ശംഖ്, താമരപ്പൂവ്, സുദർശനചക്രം, ശരം, ചാപം, ഗദ, വാൾ, പരിച എന്ന 8 വിധങ്ങളായ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നു. മാറിടത്തെ ആശ്രയിച്ചും കൊണ്ട് ലക്ഷ്മീദേവി ഇരിക്കുന്നു. ഉത്കൃഷ്ടമായ വനമാലയും മാറിൽ വിളങ്ങുന്നുണ്ട്. ഭക്തജനങ്ങളുടെ സർവാഭീഷ്ടത്തെയും സാധിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന മന്ദഹാസവും കടക്കണ്ണുകൾ കൊണ്ടുള്ള കടാക്ഷവും കൊണ്ട് സമസ്ത ലോകത്തെയും തന്നിൽ രമിപ്പിക്കുന്നു. അങ്ങനെ സമീപത്ത് വന്നിരിക്കുന്ന ഭഗവാനെ കണ്ട ഉടൻ ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, ശിവൻ മുതലായവരും ദേവഗന്ധർവാദികളും ഋഷികളും അവിടെയുള്ളവരത്രയും പെട്ടെന്നെഴുന്നേറ്റ് ദണ്ഡ നമസ്കാരം ചെയ്തു. ദേവാദികൾ മിക്ക പേരും ഓരോ വിധത്തിൽ അപരാധം ചെയ്തവരാകയാൽ സ്വന്തം അപരാധത്തെ തീർക്കുവാനായിട്ട് എല്ലാ പേരും വെവ്വേറെ സ്തോത്രം ചെയ്യുന്നു. ബ്രഹ്മാദിദേവന്മാർക്ക് പോലും ഏതൊരു ഭഗവാന്റെ മാഹാത്മ്യത്തെ ശരിയായി അറിയുവാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരുടെ ബുദ്ധിയിൽ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം എത്രത്തോളമുണ്ടോ അതിനനുസരിച്ച വിധത്തിൽ സ്തുതിക്കുന്നു. ദക്ഷസ്തുതി. അപരാധികളിൽ മുഖ്യനായ ദക്ഷൻ പൂജാദ്രവ്യങ്ങളെടുത്ത് വിഷ്ണുവിനെ പൂജിച്ച് നമസ്കരിച്ച് സ്തുതിക്കുന്നു. ശുദ്ധം സ്വധാമ്നുപരതാഖിലബുദ്ധ്യവസ്ഥം ചിന്മാത്രമേകമഭയം പ്രതിഷിധ്യമായ തിഷ്ടം സ്തയൈവ പുരുഷത്വമുപേത്യ തസ്യ ആസ്തേ ഭവാനപരിശുദ്ധൈവാത്മതന്ത്ര. ഗുണത്രയങ്ങളുടെ സ്പർശനം പോലുമില്ലാത്തതുകൊണ്ട് പരമപവിത്രവും ജാഗ്രസ്വപ്ന സുഷുപ്തി എന്ന അവസ്ഥാത്രയങ്ങളെ അതിക്രമിച്ചിരിക്കുന്നതിനാൽ നിരതിശയാനന്ദമാത്രമായും ഭേദശൂന്യമായും നിർഭയമായുമിരിക്കുന്ന വസ്തു യാതൊന്നോ ആ ബ്രഹ്മവസ്തു അങ്ങാകുന്നു. അടുത്തത് ഋത്വിജ ഉവാച. ഋത്വിക്കുകൾ സ്തുതിക്കുന്നു. തത്വം നതേ വയമനഞ്ജനരുദ്രശാപാത് കർമ്മണ്യവഗ്രഹധിയോ ഭഗവൻ വിദാമ ധർമ്മോപലക്ഷണമിദം ത്രിവൃതധ്വരാഖ്യം ജ്ഞാതം യദർത്ഥമതിദൈവമതോ വ്യവസ്ഥ. നന്ദികേശ്വരൻ്റെ ശാപം കാരണം അങ്ങയുടെ പരമാർത്ഥ നിലയറിവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വന്നുപോയി.
ധർമ്മങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതായ യാഗാദികർമ്മങ്ങളെ മാത്രം അറിയുന്ന ഞങ്ങൾ അങ്ങയുടെ സർവാത്മഭാവത്തെ അറിയാത്തതുകൊണ്ട് ചെയ്ത അപരാധത്തെ ക്ഷമിക്കണം. സർവാത്മാവാണങ്ങെന്ന് ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞു. മൂന്നാമതായിട്ട് സദസ്യ ഊചു, സദസ്സിലുള്ളവർ സ്തുതിക്കുന്നു. ഉൽപ്പത്യധ്വന്യശരണ ഉരുക്ലേശ ദുർഗേന്ദകോഗ്ര വ്യാളാന്വിഷ്ടേ വിഷയമൃഗതൃഷ്ണാത്മഗേഹോരുഭാര ദ്വന്ദ്വശ്വഭ്രേ ഖലമൃഗഭയേ ശോകദാവേജ്ഞസാർത്ഥ പാദൗകസ്തേ ശരണത കഥായാതി കാമോപസൃഷ്ട. നിസ്സാരങ്ങളായ സുഖങ്ങളെ അനുഭവിക്കാനുള്ള ആഗ്രഹത്താൽ പ്രേരിതനായിട്ട് ശബ്ദസ്പർശാദി സുഖങ്ങളാകുന്ന മൃഗതൃഷ്ണയെ അന്വേഷിച്ചും കൊണ്ട് സ്വശരീരം സ്വഗ്രഹം എന്നഭിമാനമാകുന്ന ഭാരത്തെ വഹിച്ചും കൊണ്ട് ഈ സംസാരഘോരവനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അങ്ങയുടെ പാദമാകുന്ന രക്ഷാസ്ഥാനം ലഭിക്കണമെങ്കിൽ അങ്ങവരെ കടാക്ഷിക്കുക തന്നെ വേണം. ദക്ഷയജ്ഞത്തിൽ ലഭിക്കാവുന്ന ലാഭത്തെ ആഗ്രഹിച്ച ഞങ്ങൾ ചെയ്ത അപരാധത്തെ ക്ഷമിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. നാലാമതായിട്ട് രുദ്ര ഉവാച, രുദ്രൻ സ്തുതിക്കുന്നു. തവ വരദവരാഘ്രാവാശിഷേഹാഖിലാർത്തേ ഹ്യഭിമുനിഭിരസക്തൈരാദരേണാർഹണീയേ യതിരചിതധിയം മാ വിദ്യലോകോപവിദ്ധം ജപതി ന ഗണയേ തത്വൽപരാനുഗ്രഹേണ. ഭക്തന്മാരുടെ സർവ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ഹേ ഭഗവൻ, അങ്ങയുടെ പാദപത്മത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിവ്യാപാരത്തോടു കൂടിയ എന്നെ അറിയാത്ത ജനസമൂഹം സദാചാരഭ്രഷ്ടനാണെന്ന് പറയുന്നുവെങ്കിലും ആ പറയുന്നതിനെ ഗണിക്കാതിരിപ്പാനുള്ള ശക്തി എനിക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങയുടെ പരമാനുഗ്രഹം കാരണമാകുന്നു. അടുത്തത് ഭൃഗുരുവാച, ഭൃഗു സ്തുതിക്കുന്നു. യന്മായയാ ഗഹനയാപഹൃതാത്മബോധ ബ്രഹ്മാദയസ്തനുവൃതസ്തമസി സ്വപന്ദ നാത്മൻ ശ്രിതം തവ വിദന്ത്യധുനാപി തത്വം സോയം പ്രസീദതു ഭവാൻ പ്രണതാത്മബന്ധു. ഹേ ഭഗവൻ, സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ തന്നെ വസിക്കുന്നുവെങ്കിലും അങ്ങയുടെ തത്വത്തെ ആർക്കും അറിവാൻ കഴിയുന്നില്ല. അതിനാൽ അജ്ഞാനം കാരണം ശിവസ്വരൂപനായ അങ്ങയെ ഞാൻ നിന്ദിച്ചു. അതിനെ അങ്ങ് പുറത്ത് അനുഗ്രഹിക്കണം. നമസ്കരിക്കുന്നവർക്ക് ഹിതോപദേഷ്ടാവായിരിക്കുന്ന പരമഗുരുവും ആത്മാവും നിന്തുരുവടിയാണല്ലോ. അടുത്തത് ബ്രഹ്മോവാച, ബ്രഹ്മാവ് സ്തുതിക്കുന്നു. നൈതസ്വരൂപം ഭവതോസോ പദാർത്ഥ ഭേദഗ്രഹൈ പുരുഷോ യാവദീക്ഷേത് ജ്ഞാനസ്യ ചാർത്ഥസ്യ ഗുണസ്യ ചാശ്രയോ മായാമയാത് വ്യതിരിക്തോ യതസ്ത്വം. ജീവന് പദാർത്ഥഭേദം ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങളാൽ അങ്ങയുടെ ദിവ്യസ്വരൂപം ഗ്രഹിക്കാൻ സാധ്യമല്ല. സച്ചിദാനന്ദ സ്വരൂപനായ അങ്ങയെ സർവത്ര കാണുന്നവർ പ്രപഞ്ചബന്ധത്തിൽ നിന്ന് വിട്ടിരിക്കുന്നു. പ്രപഞ്ചം അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. ആധേയമായ പ്രപഞ്ചത്തെ മാത്രം കാണുന്നവർ അതിൻ്റെ ആധാരഭൂതനായ നിന്തിരുവടിയെ അറിയുന്നില്ല. അതിനാൽ അവർ ബദ്ധന്മാരാകുന്നു. സർവാശ്രയനായ അങ്ങയെ അറിയുന്നവർ
പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ അറിയുകയും അതുകാരണം അതിൽ അഹന്ത മമതാഭാവങ്ങളെ വെടിയുകയും അങ്ങയെ സർവാത്മനാ ഭജിക്കുകയും ചെയ്യുന്നു. എനിക്ക് അങ്ങയുടെ ഭക്തി എപ്പോഴും ഉണ്ടായിരിക്കാൻ അനുഗ്രഹിക്കണം. അടുത്തത് ഇന്ദ്ര ഉവാച. ഇന്ദ്രൻ സ്തുതിക്കുന്നു. ഇതമപ്യച്യുത വിശ്വഭാവനം വപുരാനന്തകരം മനോദൃശാം സുരവിദ്യുക്ഷപണൈരുദായുധൈ ഭുജദണ്ഡൈരുപപന്നമഷ്ടഭി. അച്യുത, സർവകാരണനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കുമെല്ലാം ആനന്ദകരവും അസുരസംഹാരം ചെയ്യുന്ന ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ച 8 കൈകളോടുകൂടിയതുമായ അങ്ങയുടെ ഈ സ്വരൂപവും സത്യം തന്നെ. അടുത്തത് പത്നിയൂജുഹു. പത്നി സ്തുതിക്കുന്നു. യജ്ഞോയം തവ യജനായ കേന സൃഷ്ടോ വിദ്വസ്ത പശുപതിനാഭ്യദക്ഷകോപാത് തം നസ്ത്വം ശവശയനാഭശാന്തമേധം യജ്ഞാൽപന്നളിനരുചാദൃശാ പുനീഹി. ഈ യജ്ഞം അങ്ങയുടെ ആരാധനയ്ക്കായി ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. അതിപ്പോൾ ശിവന ദക്ഷനു നേരെയുള്ള കോപത്താൽ നശിപ്പിക്കപ്പെട്ടു. യജ്ഞാത്മൻ ഇപ്പോൾ ശ്മശാന തുല്യമായി തീർന്നതും ഉത്സവഹീനമായതുമായ ഞങ്ങളുടെ യജ്ഞത്തെ താമര കണ്ണുകൾ കൊണ്ട് കടാക്ഷിച്ച് ശുദ്ധമാക്കിയാലും. അടുത്തതാണ് ഋഷി ഉവാച. ഋഷികൾ സ്തുതിക്കുന്നു. അനന്വിതം തേ ഭഗവൻ വിചേഷ്ടിതം യദാത്മനാ ചരസി കർമ്മനാജ്യസേ വിഭൂതയേ യത ഉപസേതുരീശ്വരീ ന മന്യതേ സ്വയമനുവർത്തതീം ഭവാൻ. ഭഗവൻ, അങ്ങയുടെ ഓരോ ലീലയും അത്യദ്ഭുതകരമാണ്. അങ്ങ് സൃഷ്ടിയാദികൾ ചെയ്യുന്നുവെങ്കിലും അതിൽ സക്തനല്ല. മറ്റുള്ളവർ സമ്പത്തിന് ദേവിയെ സേവിക്കുന്നു. സ്വയം ഇങ്ങോട്ട് വന്ന് സേവിക്കുന്ന ദേവിയെപ്പോലും അങ്ങ് ഗണിക്കുന്നില്ല. അടുത്തത് സിദ്ധ ഊചുഹു. സിദ്ധന്മാർ സ്തുതിക്കുന്നു. അയം ത്വത്കഥാമൃഷ്ടപീയൂഷനദ്യാം മനോവാരണക്ലേശദാവാഗ്നിദഗ്ധ തൃഷാർത്തോപഗാഢോ ന സസ്മാരഭാവം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവന്ന. സിദ്ധ, ഹേ ഭഗവാൻ, ഭഗവത് കഥാമൃതത്തിൽ നിമഗ്നനായിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ പ്രാരബ്ധബലത്താൽ വല്ല അപരാധവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് പുറത്ത് അനുഗ്രഹിക്കുക. അടുത്ത സ്തുതി അടുത്ത പാർട്ടിൽ കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.